ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും. റുബീബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തീരെ വയ്യ ഗായ്സ്. എൻ്റെ ചെവിയിലുണ്ടല്ലോ കുരു വന്ന പൊട്ടിയിട്ട് നല്ല വീക്കവും നല്ല വെള്ളം വരില്ല കേട്ടോ ഗൈസ്. നല്ല വയ്യ ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം കേട്ടോ. എൻ്റെ സംസാരം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, നല്ല ഇടിച്ചിട്ട് ഓടിച്ചിട്ട് വന്നിട്ടല്ലേ സംസാരം. ഞങ്ങൾക്ക് എന്നും അങ്ങനെ ഗൈസ് കട്ടുക. ഓരോ ദിവസം നല്ല സന്തോഷത്തിലാണെങ്കിൽ പിന്നെ ദിവസം അങ്ങനെ അങ്ങനെ വയ്യാണ്ടാവും. ഇന്നലെ എൻ്റെ ഫ്രണ്ടൊക്കെ വന്നാലേ, നമ്മുടെ അമ്മയെക്കുട്ടിയൊക്കെ വന്നാലേ, അമ്മയെക്കുട്ടീനെ വീഡിയോ ഞങ്ങളെല്ലാം കണ്ടതായി. ഇന്നലൊക്കെ ഒന്ന് മെല്ലെ മാറി വരായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വെച്ച് ഒന്നും പറ്റില്ല. അമ്മയെക്കുട്ടീൻ്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കുറേ പേര് കണ്ടിട്ട് കമൻ്റ് ഒക്കെ ഇട്ടിരുന്നു. അത് കണ്ടു നല്ല സന്തോഷമായി. അത് ഇന്നലെ തന്നെ പോയി കഴിച്ച് നല്ല സങ്കടമായി അത് പോയപ്പോൾ. പിന്നെ ഗൈസ് എന്നാണെങ്കിൽ എനിക്ക് പുറത്ത് പോകാൻ പോലും പറ്റില്ല. എൻ്റെ കൂട്ടുകാരൻ ഫായ്സൊക്കെ എന്നെ വന്ന് വിളിക്കാൻ നോക്കി. എനിക്ക് നീക്കാനും പറ്റില്ല. പിന്നെ ഷിബിനെ വന്നിരുന്നു. അവൾക്ക് വന്നിട്ടേ ഷിബിന ഉണ്ടോ? ഷിബിന അല്ല കേട്ടോ ഗൈസ്. എന്താ പറയുക ഗൈസ്, എൻ്റെ ചെറിയ ഫ്രണ്ട്സ് എടുത്ത് പറഞ്ഞു ഷിബിനെ കുറ്റം പറഞ്ഞു. ഷിബിനെ കുറ്റം പറഞ്ഞു. ഷിബിനെ ചെറിയ ഇവിടെ ഒരു കൂട്ടുകാരുണ്ട്, അവളല്ല കേട്ടോ ഗൈസ്, ഷിബിന. അതാണ് പറഞ്ഞേ. ഞാൻ ആർക്കെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഫാത്തിമ ഷരീഫ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ മെസ്സേജ് ഇട്ടോളാം. പിന്നെ എന്താ, അവൻ വന്നിരുന്നു ഫായ്സ്. അവൻ എന്തിനറിയാൻ വന്ന് കഴിച്ച് എൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോകാൻ. ഇവിടെ വായനശാലയിൽ തോടല്ലേ, അവിടെ മീനൊന്നുമില്ല. ചെറിയ പല കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് അതേനും മീൻ പിടിക്കാൻ പോകണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഇന്നലെ അവൾ കുറേ പ്ലാനൊക്കെ ഇട്ടാ, മുട്ടായി മുട്ടാകാനല്ല എന്താ മീൻ പിടിക്കാൻ പോകാന്നൊക്കെ വിചാരിച്ചാൽ ചൂണ്ടയിലുണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് തീരെ പറ്റുന്നില്ല. ഇതൊന്ന് പോയി പിന്നെ വന്നിട്ടില്ല. പിന്നെ എന്താണ് രാവിലെ എനിക്ക് മേലൊക്കെ ചൂടെടുക്കുക, ചെറിയൊരു പനി വന്നിട്ട് പോയി എനിക്ക്. പിന്നെയാണെങ്കിൽ എനിക്ക് കഴിക്കുക ഒന്നും പറയാൻ പറ്റില്ല. തള്ളടാന്ന് പോലും പറ്റില്ല. ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ കൈ വേദിക്കുക, ഒന്ന് വായ നേരം തുറക്കാൻ പറ്റില്ല കൈ. എന്നിട്ട് ഇന്നലെ എന്താ പനിയൊക്കെ വെച്ചിരുന്നു. ഞാൻ അപ്പം തന്നെ കൈ എന്തോ ഒരു ഇത് വെച്ചു കൊടുത്തത്ര. അതിപ്പം ഇന്നലെ അമ്മയെക്കുട്ടിയൊക്കെ വരാന്ന് പറഞ്ഞിട്ട് അവർക്ക് ബിരിയാണി വാങ്ങിയിരുന്നു. ബിരിയാണി മന്തിയും വാങ്ങിയിരുന്നു. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് ഇറങ്ങിയപ്പത്തിന് ഉള്ളത് ഊരിയെടുത്തു. അതെന്ന് വെച്ചാൽ ഈ എന്തൊരു കോല് പോലത്തെ സാധനത്തിൽ കോട്ടൺ തുണി ഇപ്പൊ എങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ എന്തോ വെച്ചു അത്രേ. കത്രികയിലത് കത്രികന്ന് ഇങ്ങനെ പൊടിപ്പിച്ചിട്ട് അടുക്കള കയറ്റി കുത്തിയില്ലേ ട്ട് നല്ല വേനുണ്ട്. എന്നിട്ട് രാവിലെ വരെ വെക്കാൻ അത്ര പറഞ്ഞു. പക്ഷെ ചെയ്യാണ്ട് കളഞ്ഞെന്നാ പറഞ്ഞു. അങ്ങനെ വലിച്ചെടുത്ത് കളഞ്ഞു. വെക്കില്ല കഴിച്ചുണ്ട്. അങ്ങനെയൊക്കെ പല്ലൊന്നും നേരെ സംസാരിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ പല്ലിൻ്റെ കിടക്കണ്ട അങ്ങനെ അടവ് നമുക്ക്. നാളെ ചിലപ്പോൾ പോയിട്ടൊന്ന് പല്ല് കെട്ടണം. അതൊക്കെ വിചാരിക്കണം. വേദനയ്ക്ക് പല്ല് കെട്ടിയാൽ പേടിയാവുകയാണ്. പല്ല് കെട്ടാൻ പേടിയാവും. അങ്ങനെയൊക്കെ നാളെ പോയി നോക്കട്ടെ. പിന്നെ ഉണ്ടല്ലേ പല്ല് കെട്ടിയ എന്താ നിൽക്കാനായിട്ട് ചന്തയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ പല്ല് കെട്ടി കഴിഞ്ഞാൽ തടിയും കുറയുമല്ലോ. എനിക്ക് എന്ത് തടിയാ ഇപ്പം എടുക്കാനേ വയ്ക്കുന്നത്. ഇപ്പം ഉമ്മാക്കൊന്നും വയ്ക്കുന്നില്ല. അപ്പോൾ അത് തടി കുറയുമല്ലോ. അന്നേരം സന്തോഷമുണ്ട്. പല്ല് വേദന കെട്ടിയ പല്ല് പറിക്കുന്നൊക്കെ പറയണ പേടിയാവുന്നു. സോ അങ്ങനെയൊക്കെ. പിന്നെ ഉണ്ടല്ലേ ഒരു കാര്യം പറയട്ടെ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ലേ മീനു ട്രൈപോഡിൽ ഫോൺ വെച്ചു കേട്ടോ. അപ്പാൻ്റെ ഫോൺ കണ്ടല്ലേ വീഡിയോ എടുക്കാറ്. അപ്പോൾ ഫോണ് വെച്ചിട്ട് അൽഹംദുലില്ലാന്നാണ് പറഞ്ഞപ്പോഴത്തേന് ഫോൺ വിലക്കാണ് വീണും കഴിച്ചു. ഇപ്പാടെ ഫോൺ വീണ അപ്പം ഇവിടെ കൊല നടക്കും കഴിച്ചു. എന്താ വെച്ചാൽ അത്രയ്ക്ക് ഇപ്പം ഫോണ് സമ്മതിക്കില്ല. അമ്മാൻ്റെ ഫോൺ വീണാലോ ആരോ ഇപ്പോൾ ചോദിക്കട്ടോ ആരെ ഫോണാണ് ഉമ്മാൻ്റെ പറഞ്ഞാലേ ഇപ്പ തിരിഞ്ഞാൽ പോകും കഴിയും. ഇപ്പാൻ്റെ ഫോൺ വീണ കിട്ടും താഴിട്ട് പറയും. ഈ സ്ഥലമല്ലേ റോട്ടിലിട്ടിട്ട് റോട്ടിൽ നിന്ന് ഫോൺ കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പനെ അതിനാ വിളിക്കണം. ഇപ്പനെ അതിന് വേണം കുഴപ്പമില്ല. നമ്മളിന്ന് അടിയിലും വീഴണം. അപ്പം ബഹളം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഗൈസ് എൻ്റെ എന്നൊക്കെ ഫോൺ വാങ്ങിയാ ഫോൺ വീണാലില്ലേ ഇപ്പനെ തല്ലൊന്നുമില്ല. ഇപ്പൊക്കെ എന്നെ പേടിയാണ്. ഞാൻ എന്താ അറിയോ, പൊതുവെ എന്നെ ഇഷ്ടമാണ് പാട്ട്. അതെന്താ അറിയോ, എന്നെ നോക്കിയാൽ നോക്കണം ഞാൻ പക്ഷെ പാവാട്ടപ്പാ നല്ല കുട്ടിയാ. സ്വഭാവിയാ.
ഞാൻ തല സ്വഭാവം അതെ. അതെന്താ അറിയോ, എൻ്റെ കയ്യിൽ ഞാൻ വില ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ വീഴും ഇടയ്ക്ക്. ഇപ്പം ബഹളമൊക്കെ ഉണ്ടാക്കും വെച്ചാൽ ഇനിയിപ്പോൾ മിനുവിൻ്റെന്നും റോബിൻ്റെന്നും പോകണം. അവരുടെ അന്ത്യം പല കയ്യിൽ വയ്ക്കും. അത് തല്ലിപ്പോൾ എന്നെ തല്ലൂല. ഇപ്പം കട്ടിലിന് ഇഷ്ടം. ഇനിയിപ്പോൾ പാമ്പുവിനെ അറിയില്ല കേട്ടോ, ഇമ്മാനെയും തല്ലും. തല്ലും പറയുമ്പോൾ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കൊതുവിനാട്ടണ പോലെ ക്രൂരിന് തല്ലിട്ടോ. പാവ ഒരു കുട്ടിയാ. അങ്ങനെ ഫുഡ് കഴിച്ചോ? ഞങ്ങൾ ഈ നേരത്തേക്കാണ് വീട് എടുക്കുക. എത്ര മണിയെന്ന് അറിയോ? 9 ആയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് തേങ്ങാച്ചോറും ബീഫും കിട്ടി. അങ്ങനെ വെച്ചാൽ ഇന്ന് പള്ളിക്കത്തെ നേർച്ചയായിരുന്നു ബിരിയാണിൻ്റെ. അപ്പോൾ ഉമ്മാൻ്റെ വീട് ചെറുപ്പശ്ശേരി ഗൈസ്. അപ്പോൾ മാങ്ങോട് പോയിട്ട് മാമ മീനിൻ്റെ അടുത്ത് കൊടുത്ത് വിട്ടായിരുന്നു. മീനൊന്നും ബസ്സിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്ന് കഴിക്കും. എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറയും ഗൈസ്. ചെറുപ്പശ്ശേരിത്തെ ഉമ്മാൻ്റെ വീട്ടിലത്തെ തേങ്ങാച്ചോറും ബീഫും അടിപൊളി ടേസ്റ്റ്. വീട്ടിലെ പള്ളിക്കത്തെ പിന്നെയാണല്ലേ ഉമ്മാക്ക് ആ തേങ്ങാച്ചോറും ബീഫും നല്ല ഇഷ്ടം. ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ ഉമ്മാക്ക് തേങ്ങാച്ചോറും ബീഫാണ് ഗൈസ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താ ചാലഞ്ച് വീഡിയോയിൽ ആ ചാലഞ്ചില്ല ചോദ്യം ചോദിക്കലില്ല അമ്മ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മക്ക് തേങ്ങാച്ചോറും ബീഫാണ്. കാരണം എന്താ വെച്ചാലേ ചെറുപ്പശ്ശേരി അവിടുത്തെ പള്ളിയിലത്തെ തേങ്ങാച്ചോറും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റൊക്കെ ആയി അടിപൊളിയാണ്. അപ്പോൾ അതാണ് കഴിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ പിന്നെയാണെങ്കിൽ എന്താ അവള് പറഞ്ഞു, ഞാൻ പോകില്ല കേട്ടോ, എനിക്ക് വയ്യ, ഞാൻ പോകണമെങ്കിൽ എനിക്ക് സ്കൂട്ടി അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകണ്ടേ. നടന്നു എന്താ ബസ് കിട്ടാണ്ട് കുറേ നേരം നോക്കിയിട്ടാണ് കഴിച്ച് അവിടെ പോയത്. ഇവിടെ തന്നെ ഫുഡ് കഴിക്കാനാണ് അവിടെ പോയത്. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാനാണ് പോയി. മീന് പിന്നുണ്ടല്ലോ കഴിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇമ്മയുടെ പൂരി ഇതോടെ നിർത്തിക്കോ എന്നുവെച്ചാൽ അതുവരെ പോയിട്ട് വാങ്ങിത്തരാൻ എനിക്കൊന്നും വയ്യ വെച്ചാൽ അടുത്ത കൊല്ലം ഞാൻ വരെ പോളൂ ഞാൻ നിർത്തി പറഞ്ഞ കഴിച്ച് എന്നുവെച്ചാൽ അതുവരെ പോകണ്ടേ. നമ്മളിവിടെ ഇരുന്ന് കഴിക്കുക, അവള് പോയിട്ട് വാങ്ങിയിട്ട് വരിക. എന്ത് സുഖമുള്ള പരിപാടിയല്ലേ. പാവളങ്ങൾ വിടുമ്പോൾ അവൾക്ക് ഇടങ്ങാറുണ്ടാവൂലേ കഴിച്ച്. ഒരു ടൂറിന് വേണ്ടി പറഞ്ഞയക്കാൻ കഴിച്ച് പോയത് അങ്ങനെയൊക്കെ. അയ്യോ പിന്നെണ്ടല്ലേ കഴിച്ച് ഇപ്പാൻ്റെ അടുത്ത് ചോറ് കൊടുത്തിട്ട് നേരെ അവൾ മണ്ണാർക്കാട് പോയി കഴിച്ചു. അവളുടെ കൂട്ടുകാരിൻ്റെ കല്യാണമാണ് വരുന്നത് സെപ്റ്റംബറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോയി കഴിച്ചു. അതെന്താ വെച്ചാൽ അവൾക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ തേങ്ങാച്ചോറും ബീഫും വാങ്ങാൻ പോവാണെങ്കിൽ ബുദ്ധിമുട്ട് എന്താ നോക്കില്ലേ. അത് നമുക്ക് തിന്നാനല്ലേ, അതാണ് നമുക്ക് മറ്റുള്ള പിന്നാലെ കളിക്കാൻ അവളുടെ കൂട്ടുകാരിയുടെ വാങ്ങിക്കാൻ പോവാല്ലേ. പക്ഷെ അവർക്ക് അങ്ങോട്ടില്ലേ, നമുക്ക് കിട്ടി. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗൈസ് എൻ്റെ ചെവിത്തം ഇത് മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അല്ല വേണ്ട ഗൈസ്, നമ്മുടെ ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെ കടന്നിരിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കണേ അവിടെ വേദന മാറിയാൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാമല്ലോ. അതാണ് എനിക്കിങ്ങനെ എനർജി ഇല്ലാതിരിക്കുന്നല്ലോ. എനർജിയോടെ തന്നെ വരുന്നേ. പിന്നെ ഈ ഇടയ്ക്ക് കുറച്ച് ആക്ടിവിറ്റി കുറവാണ്. ആക്റ്റീവ് ആവണം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ വൈകിട്ട് ചെയ്യാണ്. എന്താ പറയുക ഗൈസ്, തീരെ വയ്യ. ഞാൻ പറഞ്ഞല്ലോ ഞാനെ കൂടുതൽ സംസാരിച്ച് റബിത്താത്തനെ എല്ലാവർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട. എൻ്റെ കസിന് വരെ അങ്ങനെ പറഞ്ഞത് കാണിച്ചാൽ എൻ്റെ ചെയ്യുവാനും പറഞ്ഞെ അത് കാണിച്ചെന്നെ ആരാ പറഞ്ഞു ഒക്കെ കണ്ടിട്ട് ഞാൻ പറയുന്നില്ല പൊടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നപ്പോഴേ കൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ അടിക്കുക. ബൈ.